അരികിൽ എപ്പോഴും നടക്കുന്ന മൂന്നാമൻ ആരാണ്? ഞാൻ എണ്ണുമ്പോൾ ഞാനും നീയും മാത്രമേ ഉള്ളൂ. ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ അരികിൽ മറ്റൊരാൾ എപ്പോഴും നടക്കുന്നു. ഈ വരികൾ പ്രസിദ്ധമായിട്ടുള്ള ദ വേസ്റ്റ് ലാൻഡ് എന്ന കവിത, ടി.എസ്. ഇലിയറ്റ് എന്ന കവിയുടെ കവിതയിൽ നിന്നുള്ളതാണ്. ഈ മൂന്നാമനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാം 9/11 എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള വേൾഡ് ട്രേഡ് സെന്ററിനെ 2 പ്ലെയിനുകൾ കൊണ്ട് ഇടിച്ച് അതിനെ ഇല്ലാതാക്കിയ സംഭവം, വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക്. ഈ സംഭവം നടക്കുമ്പോൾ അതിൻ്റെ 2ാമത്തെ ടവർ, അതായത് സൗത്ത് ടവറിലെ 74ാമത്തെ നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് റോൺ ഡി ഫ്രാൻസിസ്കോ എന്ന ഒരു ഫൈനാൻഷ്യൽ ട്രേഡർ. അദ്ദേഹം നോർത്ത് ടവറിൽ പ്ലെയിൻ ഇടിക്കുന്നത് കാണുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജോലി ചെയ്യുന്ന സൗത്ത് ടവറിലും അത്തരം ഒരു കൊളിഷൻ ഉണ്ടാകുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്ന 84ാമത്തെ നിലയുടെ താഴെയാണ് ഈ ഇടി നടക്കുന്നത്, പ്ലെയിൻ കൊണ്ട് ഇടിക്കുന്നത്. ആ ഇടി കൊള്ളുന്ന 79-80 നിലകളിലാണ് ആ ഇടി പ്രഹരമേൽക്കുന്നത്. അവിടെ വലിയ തീ ആളിപ്പടരുന്നു, കറുത്ത പുക ഉയരുന്നു. അപ്പോൾ റോൺ ഡി ഫ്രാൻസിസ്കോയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ കത്തുന്ന 1, 2, 3 ഫ്ലോറിലൂടെ താഴോട്ടിറങ്ങി വേണം പോകാൻ. അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. ഏണിപ്പടികളിലൂടെ താഴോട്ടിറങ്ങുന്നു. അദ്ദേഹത്തോടൊപ്പം വേറെയും ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ചുപേർ താഴെ നിന്ന് മുകളിലേക്ക് വരുന്നു. അവരദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്നു. താഴോട്ട് പോകാൻ വഴിയില്ല, അവിടെ വലിയ അഗ്നിബാധയാണ്, വലിയ പുക നിറഞ്ഞിരിക്കുന്നു. നമുക്ക് ഏറ്റവും മുകളിലത്തെ നിലയിൽ, എനിക്ക് തോന്നുന്നു 110ാമത്തെ നിലയിൽ പോയിട്ട് അവിടെ നിന്ന് ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. അങ്ങനെ ഇവര് തിരിച്ച് മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോകുമ്പോൾ വേറെ ഒരു സഹപ്രവർത്തകന്റെ വിളി കേട്ട് റോൺ ഡി ഫ്രാൻസിസ്കോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു. പിന്നീട് അദ്ദേഹത്തിനൊരു മനംമാറ്റം ഉണ്ടാകുന്നു. തൻ്റെ കുടുംബത്തെ കാണണമെന്നുള്ള അതീവമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിട്ട് അദ്ദേഹം തിരിച്ച് താഴോട്ടിറങ്ങുന്നു. താഴോട്ടിറങ്ങുമ്പോൾ പുക കൂടിയിട്ട് അദ്ദേഹത്തിന് ശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഒരു ഫ്ലോറിൽ നോക്കുമ്പോൾ അവിടെ ആൾക്കാർ നിലത്ത് കിടക്കുകയാണ്. ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിലത്ത് കിടന്ന് ശ്വാസം കിട്ടാൻ ശ്രമിക്കുന്നു. ചിലർ അബോധാവസ്ഥയിലേക്ക് പോകുന്നു. ഇദ്ദേഹവും അവരോടൊപ്പം അവിടെ ഇരിക്കുന്നു, അവിടെ കിടക്കുന്നു. മരണം ഏതാനും നിമിഷത്തിനുള്ളിൽ വരും എന്നുള്ള ഒരു തീർച്ചപ്പാടിലേക്ക് അദ്ദേഹം എത്തുന്നു. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഏതോ ഒരാൾ അദ്ദേഹത്തെ വന്ന് പേര് വിളിക്കുന്നു. റോൺ ഡി ഫ്രാൻസിസ്കോ, എഴുക്കൂ, നിങ്ങൾക്ക് സാധിക്കും, ഈ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ കൊണ്ടാവും, നിങ്ങൾ താഴോട്ട് പോകും. അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അദ്ദേഹത്തെ ആനയിക്കുന്നു. വീണ്ടും ആ ഏണിപ്പടികളിലൂടെ താഴോട്ടിറക്കിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഈ കത്തുന്ന ഫ്ലോർസിലൂടെയാണ് അദ്ദേഹം താഴോട്ടിറങ്ങുന്നത്. പുക വളരെ അധികം കൂടുതലാകുന്നു, അഗ്നിയുണ്ട്, അദ്ദേഹത്തിന് ചെറുതായിട്ട് പൊള്ളലേക്കുന്നു. എന്നാലും അദ്ദേഹത്തെ ഈ വ്യക്തിയുടെ പ്രോത്സാഹനത്താൽ ഇദ്ദേഹം ഓരോ പടി മുന്നോട്ട് വെച്ച് താഴേക്ക് ഇറങ്ങുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കത്തുന്ന ഫ്ലോർസിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. അവിടെ പുക കുറയുന്നു, അഗ്നിയുമില്ല, എല്ലാം ക്ലിയറാണ്. അവിടെ രക്ഷാപ്രവർത്തകരെ അദ്ദേഹം കാണുന്നു. താഴേക്കുള്ള വഴി വളരെ ക്ലിയറാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഈ കൂടെ നിന്ന് സഹായിച്ചിരുന്ന ഈ ഒരു വ്യക്തിയെ കാണാതാകുന്നു. ഡി ഫ്രാൻസിസ്കോ വീണ്ടും താഴോട്ടിറങ്ങുന്നു. ഏറ്റവും താഴത്തെ നിലയിലെത്തുന്നു. ഏതാണ്ട് ഈ അപകടം നടന്നതിന് 58 മിനിറ്റുകൾക്ക് ശേഷം, ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം അദ്ദേഹം താഴത്തെ നിലയിലെത്തി ഒരു എക്സിറ്റ് വഴി രക്ഷപ്പെടുന്നു. അദ്ദേഹം വെളിയിൽ, ആ കെട്ടിടത്തിൻ്റെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 11 സെക്കൻഡിന് ശേഷം വലിയൊരു ശബ്ദത്തോടുകൂടി ഈ കെട്ടിടം നിലംപതിക്കുന്നു. ഈ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവസാനത്തെ വ്യക്തിയാണ് റോൺ ഡി ഫ്രാൻസിസ്കോ. ഈ ആക്രമകാരികളുടെ ഈ ആക്രമണത്തിന് മുകളിലുള്ള നിലകളിൽ നിന്ന്, ഈ പ്ലെയിൻ ഈ കെട്ടിടത്തെ കൊളൈഡ് ചെയ്തതിൻ്റെ മുകളിലെ നിലകളിൽ നിന്ന് രക്ഷപ്പെട്ട 4 വ്യക്തികളിൽ ഒരാളാണ് റോൺ ഡി ഫ്രാൻസിസ്കോ. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ ഒരു തുണയായിട്ട് വന്നത് ഒരു മാലാഖയാണ്, എൻ്റെ ഒരു ഗാർഡിയൻ ഏഞ്ചലാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ആ നിലകളിലൂടെ എന്നെ കൈപിടിച്ചു കൊണ്ടുപോയത് ആ മാലാഖയാണ്.
ആ മാലാഖ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. ഇതുപോലെയുള്ള സംഭവം വേറെയും പലർക്കും ഉണ്ടായിട്ടുണ്ട്. വലിയ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെടില്ല എന്നുള്ള വിശ്വാസം വരുന്ന അവസരങ്ങളിൽ ആരോ ഒരാൾ തുണയ്ക്കെത്തുന്നു. വലിയ പർവ്വതങ്ങൾ കയറുന്ന മൗണ്ടനിയേഴ്സിന് ആർട്ടിക് പോളുകൾ പോലുള്ള സ്ഥലങ്ങളിൽ പര്യടനം നടത്തുന്ന വ്യക്തികൾ ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവരോടൊപ്പം ആരോ ഒരാൾ എത്തുന്നു. ഏണസ്റ്റ് ഷക്കിൽട്ടൺ എന്നുള്ള ഒരു ആർട്ടിക് എക്സ്പ്ലോറർ, അദ്ദേഹത്തിനാണ് ഈ ഒരു പ്രതിഭാസമുള്ളതായിട്ട് ലോകശ്രദ്ധയിൽ വളരെ വ്യാപകമായിട്ട് പരക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സംഘവും ഏതാണ്ട് 3 ദിവസം വഴിതെറ്റി ആർട്ടിക് പോളിലൂടെ നടന്നു. അവര് സാധാരണഗതിയിൽ ഒരു മരണപ്പെട്ടു പോകേണ്ടതാണ്. അതിശൈത്യവും യാതൊരു രീതിയിൽ വഴി കാണാത്തതുമായിട്ടുള്ള അവസ്ഥയിൽ, ഭക്ഷണം കിട്ടാതെ തണുപ്പ് മൂലം മരിക്കേണ്ട ഒരവസ്ഥയിൽ ഈ ഒരു ചെറിയ സംഘം 3 പേരോടൊപ്പം 4-മൻ പ്രത്യക്ഷപ്പെടുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അവരെ 3 ദിവസത്തിന് ശേഷം ശരിയായിട്ടുള്ള ദിശയിലൂടെ രക്ഷപ്പെടുത്തുന്നു. ഈ പ്രതിഭാസങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപകടത്തിലായിട്ടുള്ള വൈമാനിക പൈലറ്റുകൾക്ക്, അസ്ട്രോനോട്ടുകൾക്ക്, മൗണ്ടനിയേഴ്സിന്, എക്സ്പ്ലോറേഴ്സിന്, സമുദ്രത്തിന്റെ അടിയിൽ പര്യടനം നടത്തുന്നവര്, ഇവർക്കെല്ലാം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് വലിയ പ്രയാസമുണ്ടാകുമ്പോൾ ഒരു വ്യക്തി വന്ന് ഇവരെ രക്ഷിക്കുന്നു. ഇതിനെ തേർഡ് മാൻ ഫാക്ടർ എന്ന ഒരു തലക്കെട്ടോടുകൂടി ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. തേർഡ് മാൻ ഫിനോമിന അല്ലെങ്കിൽ തേർഡ് മാൻ ഫാക്ടർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഒരു പക്ഷേ ഒരു ഗോസ്റ്റ്ലി പ്രസൻസ് ആവാം, ഒരു ഗാർഡിയൻ ഏഞ്ചൽ ആവാം, ഒരു മാലാഖയാവാം, എന്തുമാകാം. പക്ഷെ നമുക്കിതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള നാച്ചുറലിസ്റ്റിക് ഒരു വിശദീകരണത്തിലേക്ക് കൂടി പോകാം. ഇന്ന് വ്യാപകമായിട്ട് വരുന്ന പഠനങ്ങൾ മനുഷ്യ മനസ്സിന്റെ വിഘടനത്തിനെ കുറിച്ചാണ്. ഡിസോസിയേഷൻ എന്ന് പറയും. നമ്മൾ ധരിക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, ഏകീകൃതമായിട്ടുള്ള ഒന്നാണ് എന്ന് പലപ്പോഴും നമ്മൾ ധരിക്കുന്നുണ്ട്. എന്നാൽ പല സന്ദർഭങ്ങളിലും ഇത്തരത്തിൽ അപകടങ്ങളിൽ പെടുമ്പോൾ, നമുക്ക് വേറൊരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏകീകൃതമായിട്ടുള്ള ബോധം 2ആയിട്ട് വിഘടിക്കുന്നു. ഇത് പലപ്പോഴും കാണുന്നത് പല ട്രോമാറ്റിക് സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. നമ്മുടെ ഒരു നാച്ചുറൽ ബയോളജിക്കൽ മെക്കാനിസം എന്ന് പറയുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആണ്. ഒന്നിൽ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക. പല സന്ദർഭങ്ങളിലും ഇത് രണ്ടും സാധ്യമല്ലാതെ വരും. നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല, ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഫ്ലൈറ്റും അസാധ്യമാകുമ്പോൾ നമുക്ക് തുണയ്ക്കെത്തുന്നത് 3-മനാണ്. അതാണ് ഡിസോസിയേഷൻ. നമ്മുടെ തന്നെ വ്യക്തിത്വം നമ്മളിൽ നിന്ന് മാറി വേറൊരു രൂപം പ്രാപിക്കുന്നു. നമ്മുടെ തന്നെ ഒരു ഭാഗം നമ്മളിൽ നിന്ന് മാറുന്നു. ബലാത്സംഗം പോലുള്ള കേസുകളിൽ, കിഡ്നാപ്പിംഗ് കേസുകളിൽ എല്ലാം വലിയ മറവിയായിട്ട് ചിലപ്പോൾ ഈ ഡിസോസിയേഷൻ വരുന്നു. നമ്മൾക്കല്ല ഇത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ പലപ്പോഴും വരുന്നു. ഇതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ തരം ഡിസോസിയേഷൻ ഒരു തരത്തിലുള്ള മാനസിക രോഗമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അത് അതിൻ്റെ മറ്റൊരു എക്സ്ട്രീമാണ്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിനെ ഇന്ന് ടെക്നിക്കലായിട്ട് പറയുന്നത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നാണ്. ഇത്തരം DID എന്ന് പറയുന്ന പേഷ്യൻസ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ തന്നെ പല പ്രകൃതങ്ങളും സ്വീകരിക്കുന്നു. ചിലപ്പോൾ ശാന്തനായിരിക്കും, ചിലപ്പോൾ അക്രമോത്സുകനായിട്ടുള്ള വ്യക്തിയാകുന്നു, ചിലപ്പോൾ വലിയ ഒരു പണ്ഡിതനാകുന്നു, ചിലപ്പോൾ ഒരു അറിവുമില്ലാത്ത ഒരു സാധാരണക്കാരനാകുന്നു. അങ്ങനെ ഒരു വ്യക്തിയിൽ ഒന്നിൽ കൂടുതൽ വ്യക്തിത്വങ്ങൾ, പലപ്പോൾ 100 കണക്കിന് വ്യക്തിത്വങ്ങൾ പോലും വളരെ ചുരുങ്ങിയ ചില എക്സാമ്പിളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മനസ്സുണ്ടാക്കുന്ന ഒരു തോന്നലല്ല, ഇതൊരു ഹാലൂസിനേഷൻ ആണ് എന്നൊക്കെ പൊതുവെ ലിറ്ററേച്ചറിൽ കാണാൻ സാധിക്കും. നമുക്കുണ്ടാകുന്ന ഒരു ഹാലൂസിനേഷനാണ്. ബ്രെയിനിന്റെ ഏതോ ഒരു വശത്ത് നടക്കുന്ന ഒരു തകരാറ് മൂലമാണ് ഇതുണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും ഇത് അങ്ങനെ വെറും ഒരു തോന്നലല്ല എന്നുള്ളതും DID പേഷ്യൻസിൽ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നു. ജർമ്മനിയിൽ ഒരു സ്ത്രീ 20 വർഷമായിട്ട് അവരുടെ കാഴ്ച നഷ്ടപ്പെട്ട് ഈ കാഴ്ചയ്ക്ക് വേണ്ടി പല ട്രീറ്റ്മെന്റുകളും നടത്തുന്നു. അപ്പോൾ നോക്കുമ്പോൾ അവരുടെ കണ്ണിന് തകരാറില്ല, കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന ഒപ്റ്റിക് നെർവ്സിന് ഒരു പ്രശ്നവുമില്ല, കാഴ്ചയുടെ ഡേറ്റ പ്രോസസ് ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗങ്ങളിൽ ഒരു തകരാറുമില്ല, ഒരു തരത്തിലുള്ള തകരാറും ഫിസിക്കലായിട്ട് ഇവരിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവർക്ക് കാഴ്ചയില്ല എന്നുള്ളത്
ഡോക്ടേഴ്സ് തീർച്ചപ്പെടുത്തുന്നു. ഇവർ കള്ളം പറയുന്നതല്ല. ഇവരെ ഒരു ബ്രെയിൻ സ്കാനിങ്ങിന് വിധേയമാക്കും. ബ്രെയിൻ സ്കാനിങ്ങിന് വിധേയമാക്കുമ്പോൾ നോക്കുമ്പോൾ ഇവരുടെ കാഴ്ച നൽകുന്ന ബ്രെയിനിന്റെ ഭാഗങ്ങൾ നിർവീര്യമാണ്. അവിടെ ഒരു തരത്തിലുള്ള തകരാറുമില്ല, പക്ഷെ ആ പ്രദേശം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും കാഴ്ചയില്ല. കണ്ണ് വർക്ക് ചെയ്യുന്നു, നെർവ്സ് എല്ലാം ക്ലിയർ ആണ്, പക്ഷെ ഇവർക്ക് കാഴ്ചയില്ല എന്നുള്ളത് നമുക്ക് സ്കാനിങ്ങിലൂടെയും തെളിയുന്നു. പിന്നീട് 15-20 വർഷത്തോളം ഇവരിൽ ചികിത്സ, പല തരത്തിലുള്ള റിസർച്ച് നടത്തി പിന്നീടാണ് കണ്ടെത്തുന്നത് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കാഴ്ച വരുന്നുണ്ട്. ഇവരുടെ ബ്രെയിനിന്റെ കാഴ്ചയുടെ ഒസിപ്പിറ്റൽ ലോബ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്, അവിടെ അത് ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ വ്യക്തിത്വം അപ്പോൾ മാറുന്നു. മാറിയ വ്യക്തിത്വം ഉള്ളപ്പോൾ ഇവർക്ക് കാഴ്ച വരുന്നു. വേറെ വ്യക്തിത്വം എടുക്കുമ്പോൾ ഇവർക്ക് കാഴ്ച നഷ്ടപ്പെടുന്നു. അപ്പോഴാണ് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് മനസ്സിലായത് ഇവർക്കൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ആണ് ഇവർക്കുള്ളത്. ഇവർക്ക് പല വ്യക്തിത്വങ്ങളുമുണ്ട്. ഇവരിൽ പല വ്യക്തിത്വങ്ങൾക്കും കാഴ്ചയില്ല, ചില വ്യക്തിത്വങ്ങൾക്ക് കാഴ്ചയുണ്ട്. ഏത് വ്യക്തിത്വമാണ് അവരിൽ ഉള്ളത് അതനുസരിച്ച് അവരുടെ വിഷ്വൽ അപ്പാരറ്റസ് ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരാള് ഹാലൂസിനേറ്റ് ചെയ്യുന്നതോ കള്ളം പറയുന്നതോ അല്ല, ഇത് യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ഡിസോസിയേഷൻ എന്നുള്ളത്. നമ്മുടെ പേഴ്സണാലിറ്റി വിഘടിച്ച് 2-2 കൂടുതലോ ആകുന്നു. പല സന്ദർഭങ്ങളിലും നമുക്കറിയാം ചിലർക്ക് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. തൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി തൻ്റെ ശരീരത്തെ കാണാൻ പറ്റുന്നു എന്നുള്ള ഒരു അനുഭവം. പലപ്പോഴും ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കിനൊക്കെ വിധേയമാകുന്ന പേഷ്യൻസിനാണ് ഇത് ഉണ്ടാകുന്നത്. ഇതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ അപകടങ്ങളിൽ പെടുന്ന ആൾക്കാർ, വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നവർ, അവരിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് അവരെ മാറി നിന്ന് കാണുന്ന അവരുടെ ശരീരങ്ങളും അവർക്കുണ്ടാകുന്ന ആക്രമണങ്ങളും വേറൊരു വ്യക്തിയിലൂടെ കാണുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നത്. ഇതും ഒരു തരത്തിലുള്ള ഡിസോസിയേഷനാണ്. ഈ വിഘടനം അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഒരു സാധാരണ കാര്യമാണ്. ഞാൻ ഈ സംസാരിക്കുന്നു, നിങ്ങളിത് കേൾക്കുന്നു, പലപ്പോഴും നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയോ പോകുന്നു. ഡേ ഡ്രീമിംഗ് എന്ന് പറയും. നാളെ കൊടുക്കാനുള്ള ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ നാളെ കാണാനുള്ള ആളിനെ കുറിച്ച് ഓർമ്മിക്കണം എന്നുള്ള ചിന്തകൾ നിങ്ങളിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പകുതി ശ്രദ്ധിക്കുന്നു, പകുതി നിങ്ങളുടെ മനസ്സ് മറ്റൊന്നിലാണ്. ഇതും ഒരു തരത്തിലുള്ള ഡിസോസിയേഷനാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, അനുഭവിക്കുന്ന ഒരു കാര്യം ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മറന്നുപോകുന്നു. പിന്നീട് ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾക്കത് തെളിഞ്ഞ ബോധത്തിൽ തിരിച്ചു വരുന്നു. ഫർഗെറ്റ്ഫുൾനെസ്, മറവി, അതും ഒരു ഡിസോസിയേഷനാണ്. ഇത് നമ്മുടെ ഒരു സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമാണ് ഡിസോസിയേഷൻ. ഈ ഡിസോസിയേഷൻ നമ്മളെ പല തരത്തിൽ സമൂഹത്തിൽ പ്രവർത്തിക്കാനും പ്രതികരിക്കാനും നമ്മളെ സഹായിക്കുന്നു. എവിടെയാണോ അനുകമ്പ വേണ്ടത്, എവിടെയാണോ വളരെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ആക്ഷൻ വേണ്ടത്, ഈ അവസരങ്ങളിലെല്ലാം ഡിസോസിയേഷൻ ഉണ്ടാകുകയും ഇല്ലാതാകുകയും ചെയ്യും. ഈ ഡിസോസിയേഷൻ എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. ഇത് ബ്രെയിനിന്റെ വെറും ഒരു തകരാറ് മാത്രമല്ല. അങ്ങനെ ഒരു തകരാറാണ് ബ്രെയിനിന്റെ ചില ഏരിയാസിൽ വരുന്ന ചില തകരാറുകൾ മൂലമോ അല്ലെങ്കിൽ ചില കെമിക്കൽസിന്റെ ഇൻബാലൻസ് മൂലമാണോ ഇത് വരുന്നത് എന്നൊക്കെ അവകാശപ്പെടുന്ന പഠനങ്ങളുമുണ്ട്. പക്ഷെ നമുക്ക് റോൺ ടി ഫ്രാൻസിസ്കോയുടെ അനുഭവം പോലെ ഏതാണ്ട് ചുരുങ്ങിയ സമയത്തിലാണ് അദ്ദേഹത്തിന് ഒരു മൂന്നാമനെ കാണുന്നത്. അത് വരുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം വളരെ അനുഭവിക്കുന്ന ഒരു അവസരത്തിൽ ഇദ്ദേഹം എത്തുന്നു. ആ പ്രയാസം തീരുമ്പോൾ പെട്ടെന്ന് ആൾ അപ്രത്യക്ഷമാവുന്നു. അപ്പോൾ അത് ബ്രെയിനിന്റെ ഒരു ഡാമേജ് കൊണ്ടല്ല, ഏതെങ്കിലും കെമിക്കൽ ഇംബാലൻസ് കൊണ്ടുമല്ല ഇത്തരത്തിൽ ഒരു പ്രത്യേക പാറ്റേൺ ഇത് സ്വീകരിക്കുന്നത്. ഈ 3rd പേഴ്സൺ സിൻഡ്രോം കണ്ടിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും പ്രയാസം അനുഭവിക്കുമ്പോൾ മാത്രമേ ഈ മൂന്നാമൻ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ഒരു പ്രസിദ്ധനായിട്ടുള്ള മൗണ്ടനിയർ, അദ്ദേഹം ഒരു മഞ്ഞുമല കയറുമ്പോൾ വലിയൊരു അവലാൻഷ് ഉണ്ടാക്കിയിട്ട് മഞ്ഞിന്റെ വലിയൊരു ഒഴുക്കുണ്ടാക്കി ഇയാളെ വളരെ ദൂരത്തിൽ കൊണ്ട് തെറിപ്പിച്ചിടുന്നു. ഇദ്ദേഹത്തിന്റെ ശരീരത്തിലെ പല അസ്ഥികളും ഒടിഞ്ഞു പോകുന്നു, രക്തം വാർന്നൊഴിക്കുന്നു. ആ ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് മൂന്നാമൻ എത്തുന്നു. ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് വളരെ പ്രയാസപ്പെട്ട് ഏതാണ്ട് 1.5 കിലോമീറ്റർ മണിക്കൂറുകൾ കൊണ്ട് ഇഴഞ്ഞും മുന്തി നടന്നും ഇദ്ദേഹത്തിന്റെ ബേസ് ക്യാമ്പിലേക്ക് എത്തുന്നു. അവിടെ അദ്ദേഹം വേറെ ആൾക്കാരുടെ ശബ്ദം കേൾക്കുന്നു. ആ ആൾക്കാരുടെ ശബ്ദം കേൾക്കുമ്പോൾ മൂന്നാമൻ അപ്രത്യക്ഷമാവുന്നു.
ആ പ്രസൻസ് ഇല്ലാതായിരുന്നു. അപ്പോൾ ഇതൊരു ബ്രെയിൻ ഡാമേജ് അല്ല, ഇത് നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിൽ ഉള്ള ഒരു പ്രക്രിയയാണ്. നമ്മുടെ ബോധത്തിൽ എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രക്രിയയാണ്. ഇതിന് കോറിലേറ്റ് ചെയ്തുകൊണ്ട് ബ്രെയിൻ ഫങ്ഷൻസിലെ വ്യതിയാനങ്ങൾ ഉണ്ടാകുമായിരിക്കും. അത് നമുക്ക് സ്കാനിങ്ങിലൂടെ കാണാനും സാധിക്കുമായിരിക്കും. പക്ഷേ ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു ബോധപ്രക്രിയയാണ്. ഇതിനു മുമ്പ് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ശാസ്ത്രം ഇന്നും ഉത്തരം തേടുന്ന പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി തുടങ്ങിയവ. അതിൽ ആ ലിസ്റ്റിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ബോധം എന്താണ് എന്നുള്ളത്. ഇന്നും ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്ന കാര്യമാണ് ഈ ഡിസോസിയേഷൻ അല്ലെങ്കിൽ വിഘടനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ഈ ഒരു വിഘടനം എന്നുള്ള പ്രക്രിയയിൽ നിന്ന് തുടങ്ങി നമുക്ക് ബോധം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചിന്തിക്കാം.